ദയവ് ചെയ്ത് ഈ പ്രാർത്ഥന ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. കാരണം കോടിക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തുണ്ടായിട്ട് അവരിൽ നിന്നെല്ലാം നിങ്ങളെ മക്കളെ സ്വന്തമായിട്ട് അമ്മ മാതാവ് തിരഞ്ഞെടുത്ത് ഈ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തിച്ചതിനോർത്ത് നിങ്ങൾ അമ്മയോട് നന്ദി പറയണം. അതുപോലെ തന്നെ അമ്മ മാതാവ് വെളിപ്പെടുത്തിയതാണ് ഈ ചാനലിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന മക്കളെല്ലാം അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളാണെന്നും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യത്തിലും അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവുമെന്നും അവരുടെ എല്ലാ തരത്തിലുള്ള വിഷമതകളും ബുദ്ധിമുട്ടുകളും അമ്മ മാതാവ് എടുത്ത് നീക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഈ പ്രാർത്ഥനയിൽ അധിക ഭക്തിയോടുകൂടെ തന്നെ പങ്കുചേരുക. അമ്മ മാതാവ് വെളിപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പങ്കുചേരുക. എല്ലാ ദിവസവും വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവ് നടത്തുന്നത്. ആ ലൈവിൽ നിങ്ങൾ അധിക ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ പങ്കെടുക്കുക. കാരണം നിങ്ങൾ അമ്മ മാതാവിനോട് നേരിട്ടാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും അനാഥാലയത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് രാത്രി 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ അധിക ഭക്തിയോടുകൂടെ പങ്കുചേരുക. അമ്മയോട് നിങ്ങൾ ആദ്യം നന്ദി പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അമ്മ മാതാവ് നടത്തി തരും. ഞാൻ ഉറപ്പ് പറയുന്നു. കാരണം പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന മക്കളുടെ എല്ലാ പ്രശ്നങ്ങളും അമ്മ മാതാവ് എടുത്തു നീക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സമ്പന്നതയിലേക്ക് ഉയർത്തുകയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരപകടവും ഒരാപത്തും കൂടാതെയും ദീർഘായുസ്സിലൂടെയും അമ്മ മാതാവ് മക്കളെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അമ്മ മാതാവ് എടുത്ത് നീക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈവിൽ അധിക ഭക്തിയോട് കൂടെ തന്നെ പങ്കുചേരുക. ഈ പ്രാർത്ഥന മുഴുവനായിട്ട് നിങ്ങൾ പങ്കുചേരുക. അമ്മ മാതാവിനോട് ആദ്യം നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ അമ്മ മാതാവിനോട് നന്ദി പറയണം. കാരണം കോടിക്കണക്കിന് ജനങ്ങളുണ്ടായിട്ട് അവരിൽ നിന്ന് നിങ്ങളെ അമ്മ മാതാവ് സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈവിൽ ദയവ് ചെയ്ത് പങ്കുചേരുക. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. എല്ലാ ദിവസവും ഈ ചാനലിലെ പ്രാർത്ഥനകളിൽ പങ്കുചേരുക. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻറ്റായിട്ട് ഈ വീഡിയോയ്ക്ക് ഇടുകയും കൂടി ചെയ്യുക. അമ്മ മാതാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയ പ്രാർത്ഥനകളാണ് ഈ ചാനലിലുള്ളത്. അമ്മ മാതാവ് ഈ മക്കളെ ഞാൻ എല്ലാവരെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് കോടിക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തുണ്ടായിട്ട് അമ്മ മാതാവ് ഈ മക്കളെ തിരഞ്ഞെടുത്തുകൊണ്ട് സ്വന്തം മക്കളായിട്ട് ഏറ്റെടുത്ത അമ്മ മാതാവ് ഈ മക്കളെ പരിരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കൾ അനുഭവിക്കുന്ന കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഈ മക്കൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ടെൻഷനുകളും, ഈ മക്കൾ വേവലാതിപ്പെടുന്ന ഇവരുടെ ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയ കാര്യമാണ്. ഈ ചാനലിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന മക്കളെല്ലാവരെയും അമ്മ മാതാവ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ജീവിതം ഉന്നത നിലയിലേക്ക് കൊണ്ടുപോകുമെന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തിയതാണ്. ഇവരുടെ ഏത് വിഷമതകളാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലേക്ക് അമ്മ മാതാവ് വെളിപ്പെടുത്തൽ ഉണ്ടാവും. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവുമെന്ന് അമ്മ മാതാവ് ഉറപ്പ് നൽകിയതാണ്. അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. അമ്മ മാതാവ് ഈ മക്കളെയും അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഈ മക്കളെയും അമ്മ മാതാവ് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഈ മക്കളെ വിടുവിക്കണമേ. ഈ പൈശാചികപരമായിട്ടുള്ള ഏത് തരത്തിലുള്ള ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിലും അതെല്ലാം അമ്മ മാതാവ് എടുത്തു നീക്കിക്കൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെയും ഓരോ ആവശ്യങ്ങളും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ആ ആവശ്യങ്ങളിലെല്ലാം അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ആ ആവശ്യങ്ങളിലൊക്കെ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടായിക്കൊണ്ട് ഈ മക്കളെ സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ പ്രത്യേക കരുതലുണ്ടാവണമേ. അമ്മ മാതാവെ, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അമ്മ മാതാവ് എടുത്ത് നയിക്കണമേ. സമ്പന്നതയിലേക്ക് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവ് അനേക മക്കളെ അമ്മ മാതാവ് സമ്പന്നതയിലേക്ക് ഈ പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ ഈ ചാനലിലുള്ള പ്രാർത്ഥനയിലൂടെയും ലൈവിലൂടെയും അമ്മ മാതാവ് സമ്പന്നതയിലേക്ക് ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾ കടബാധിതയാൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിൽ അമ്മ മാതാവ് ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഇവരുടെ എല്ലാ തരത്തിലുള്ള കടബാധ്യതകളും അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. അതുപോലെ തന്നെ ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാലറിയോടുകൂടെ ഈ മക്കൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ. അതുപോലെ തന്നെ അമ്മ മാതാവ് ഏതെങ്കിലും തരത്തിലുള്ള ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ ജപ്തി ഒഴിവായിക്കൊണ്ട് ഈ മക്കളെ സ്വതന്ത്രമായിട്ട് ഇവരുടെ സാമ്പത്തിക സ്ഥിതി അമ്മ മാതാവ് ഉറപ്പിക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ കയ്യിൽ വരുന്ന പണം അനാവശ്യമായിട്ട് ചിലവായി പോകുന്നുണ്ടെങ്കിൽ അമ്മ മാതാവ് നിയന്ത്രിക്കാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കി കൊടുക്കണമേ. അമ്മ മാതാവ് ഇവരുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പോലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ അമ്മ മാതാവ് കാണിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു.
അതുപോലെ തന്നെ അമ്മേ മാതാവ് ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ജോലി ലഭിക്കുവാനായിട്ട് ഈ മക്കളെ അമ്മ മാതാവ് ഒരുക്കണമേ. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് ആ മക്കൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. വിദേശത്ത് പോയിക്കൊണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുവാനും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ തന്നെ അവിടെ ജോലി ചെയ്യുവാനും അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ആ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവ് പ്രത്യേകമായിട്ട് ഈ മക്കളെ കരുതുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിൽ അനേകം അത്ഭുതങ്ങൾ അമ്മ മാതാവ് ഈ ചാനലിലൂടെ നടത്തുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവെ ഏതെങ്കിലും തരത്തിലുള്ള സാലറി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ ഈ മക്കളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ട് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അമ്മേ മാതാവേ ആ കാര്യത്തിൽ അമ്മയുടെ ഇടപെടലുണ്ടായിക്കൊണ്ട് ഈ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ പണം മുഴുവൻ തിരിച്ചു കിട്ടുവാനായിട്ട് അമ്മയുടെ ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവ് നേഴ്സുമാർ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ആ മക്കൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അമ്മ മാതാവിന് പ്രത്യേക ഇടപെടലുണ്ടായിക്കൊണ്ട് അമ്മ മാതാവ് ഇവരെ അമ്മ മാതാവിൻ്റെ മക്കളായിട്ട് മകനായിട്ട് അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയണം അമ്മേ മാതാവേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അമ്മേ മാതാവേ. അതുപോലെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ഞാൻ സമർപ്പിക്കണം അമ്മേ മാതാവേ. അധ്യാപകരെ ഞാൻ സമർപ്പിക്കണം അമ്മേ മാതാവേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ എല്ലാ കാര്യങ്ങളിലും അമ്മ മാതാവിന് പ്രത്യേക ഇടപെടലുണ്ടായിക്കൊണ്ട് അമ്മ മാതാവ് ഇവരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ സ്വന്തമായിട്ട് ഭവനമില്ലാതെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവർക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണമേ. കാരണം അമ്മ മാതാവ് അനേക മക്കൾക്ക് ഭവനം നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവേ മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവർക്ക് മക്കളുണ്ടാകുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ് അമ്മ മാതാവേ. അതുപോലെ തന്നെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ രോഗ സാഹചര്യം മുഴുവനും അമ്മ മാതാവ് എടുത്ത് നീക്കിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ് അമ്മ മാതാവേ. അതുപോലെ തന്നെ ജന്മന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അതുപോലെ തന്നെ ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾ ഒറ്റപ്പെട്ടു പോയ രീതിയിലുള്ള ജീവിത രീതി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയോ അത്തരത്തിലുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് ഇവരെ അമ്മ മാതാവ് ഉയർത്തണമേ. അമ്മ മാതാവ് ഇവരെ ഉയർത്തിക്കൊണ്ട് ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മ മാതാവ് ഇവർ വിടുവിക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. ഈ മക്കൾ അനേക മക്കളാൽ അംഗീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ മക്കളുടെ സാമ്പത്തിക സ്ഥിതിയും ഈ മക്കളുടെ എല്ലാ രീതിയിലുള്ള വിജയവും ഈ മക്കളിലെ അമ്മ മാതാവ് നിറയ്ക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളുടെ എല്ലാ കാര്യത്തിലും അമ്മ മാതാവിന് പ്രത്യേക ഇടപെടലുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവ് ഈ ചാനലിലെ പ്രാർത്ഥനകൾക്കൊക്കെ ആവശ്യങ്ങൾ കമൻറ്റായിട്ട് ഇടുന്നവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ആ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അതുപോലെ തന്നെ അമ്മ മാതാവിനെ മറ്റു മക്കളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചാനലിലുള്ള പ്രാർത്ഥനാ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അവരെ അമ്മ മാതാവ് ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ. അതുപോലെ തന്നെ അമ്മ മാതാവേ ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കെടുത്ത് ആവശ്യങ്ങൾ ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്ന ആവശ്യങ്ങൾ അമ്മ മാതാവിൻ്റെ പക്കലേക്ക് എത്തിക്കൊണ്ട് ഈ മക്കളുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവണമേ. എല്ലാവരും ആവശ്യങ്ങൾ സമർപ്പിക്കുക. അമ്മ മാതാവ് ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്മ മാതാവ് അതിനുള്ള ഉത്തരം നൽകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങൾ അമ്മ മാതാവ് നടത്തുന്നുണ്ട്. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു.